നമസ്കാരം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരായി ചമയുകയും മാധ്യമവേട്ടയ്ക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും തൊണ്ടപൊട്ടി പ്രസംഗിക്കുകയും ചെയ്തവർ ഭരണത്തിലേറിയപ്പോൾ സ്വരവും ഭാവവും മാറ്റുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കടുത്ത മാധ്യമ നിയന്ത്രണങ്ങളെയും അപ്രഖ്യാപിത വിലക്കുകളെയും നഖശിഖാന്തമെതിർത്ത UDF മുന്നണി അധികാരത്തിലെത്തിയതോടെ അതേ പിണറായി മോഡൽ മാധ്യമ വിലക്ക് നടപ്പിലാക്കുന്ന കാഴ്ചയ്ക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിട്ടും സെക്രട്ടേറിയറ്റിലെ മാധ്യമ നിയന്ത്രണങ്ങൾ അതേപടി തുടരുന്നതും കൂടുതൽ കർശനമാക്കുന്നതും ജനാധിപത്യ വിശ്വാസികളെ അമ്പരപ്പിക്കുന്നതാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ മറവിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള പുതിയ വിലക്കുകളും സർക്കാർ ഒളിച്ചുകടത്തിയിരിക്കുന്നത്. ഇനി മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അക്രഡിറ്റേഷനുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് പോലും മുൻകൂട്ടി അനുമതി വാങ്ങാതെ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന വിചിത്രമായ ഉത്തരവാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണകേന്ദ്രത്തിലേക്ക് വാർത്തകൾ ശേഖരിക്കാൻ എത്തുന്നവർക്ക് മുന്നിൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് പുതിയ നീക്കം. പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് കവാടത്തിലെത്തിയാൽ സുരക്ഷാ ജീവനക്കാർ അവരെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള PRD റൂമിലേക്ക് മാറ്റും. അവിടെ വെച്ച് തങ്ങൾ ഏത് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയാണോ അല്ലെങ്കിൽ ഏത് മന്ത്രിയെയാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കൃത്യമായ അനുമതി ലഭിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനം അനുവദിക്കൂ. വാർത്തകൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമപ്രവർത്തകരെ മണിക്കൂറുകളോളം കാത്തിരിപ്പിന്റെ ചുവപ്പ് നാടയിൽ കുടുക്കിയിടാൻ ഈ പുതിയ സംവിധാനം കാരണമാകുന്നുണ്ട്. നിയന്ത്രണങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ഏത് വകുപ്പിൽ നിന്നാണ് മാധ്യമപ്രവർത്തകനെ വിളിച്ചതെന്നും ആർക്കാണ് പ്രവേശന അനുമതി നൽകിയിട്ടുള്ളതെന്നും സുരക്ഷാ വിഭാഗത്തിന്റെ പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഉദ്യോഗസ്ഥന്റെ പേരും തസ്തികയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി എഴുതി വെച്ചതിന് ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ സാധിക്കൂ. ഇത് ഉദ്യോഗസ്ഥരിലും ഭയമുണ്ടാക്കാനും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും അവരെ വിലക്കാനുമുള്ള അദൃശ്യമായ സന്ദേശമാണ് നൽകുന്നത്. മാധ്യമപ്രവർത്തകർ സ്വതന്ത്രമായി സെക്രട്ടേറിയറ്റിനകത്ത് കയറി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സർക്കാരിന് വീഴ്ചകൾ വരുത്തുന്ന രേഖകളോ അഴിമതി വിവരങ്ങളോ കണ്ടെത്തുന്നത് പൂർണ്ണമായും തടയുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ മാധ്യമ വിലക്ക് അണിയറയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഭരണം സുതാര്യമായിരിക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നൊരു സർക്കാർ തങ്ങളുടെ പാളിച്ചകൾ പുറം ലോകം അറിയാതിരിക്കാൻ മാധ്യമങ്ങളുടെ കണ്ണ് കെട്ടാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കാത്തതാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാധ്യമങ്ങൾക്കൊപ്പമാണെന്ന് പ്രസംഗിച്ചവർ ഭരണത്തിലേറിയപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ വഴിയടയ്ക്കുന്ന വിരോധാഭാസത്തിലാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അന്ന് സർക്കാരിന്റെ മാധ്യമ വിലക്കിനെതിരെ വി ഡി സതീശനും സഹപ്രവർത്തകരും ഉയർത്തിയ ആക്രോശങ്ങളും പ്രതിഷേധങ്ങളും വെറും രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമ ലോകത്തു നിന്നും ഉയരുന്നത്. അധികാരം മനുഷ്യനെ മാറ്റുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവായി മാറുകയാണ് പുതിയ UDF സർക്കാർ. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങൾക്ക് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പോലും സ്വതന്ത്ര സഞ്ചാരത്തിനുള്ള അവകാശമില്ലേ എന്ന മൗലികമായ ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. മുൻപ് VS അച്യുതാനന്ദന്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്ന സ്വതന്ത്രമായ പ്രവർത്തന സാഹചര്യം പിണറായി വിജയന്റെ കാലത്താണ് ഇല്ലാതെയായത്. എന്നാൽ ആ ഇരുണ്ട കാലഘട്ടത്തെ മാറ്റിമറിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയവർ തന്നെ പഴയ പാത പിന്തുടരുന്നു എന്നത് വഞ്ചനാപരമാണ്.